Good morning, friends. My topic is antigenic determinants. Antigenic determinants of immunoglobulin molecule. Antibodies are complex glycoprotein and they themselves can act as immunogens and induce antibody formation against them called anti-immunoglobulin antibodies. നമുക്കറിയാം ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്ലൈക്കോപ്രോട്ടീനാണ്. അതിന് ഇമ്മ്യൂണോജൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇമ്മ്യൂണോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആൻറ്റിജൻ ആണ്. അതിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇമ്മ്യൂണോജൻ എന്ന് പറയുക. അപ്പോൾ ചില ആൻറ്റിബോഡീസ് ഇമ്മ്യൂണോജൻസ് ആയിട്ട് ആക്ട് ചെയ്യും, എന്നിട്ടൊരു ആൻറ്റിബോഡി ഫോർമേഷനെ ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് ആൻറ്റി ഇമ്മ്യൂണോഗ്ലോബിൻ ആൻറ്റിബോഡീസ് എന്ന് പറയുക. Whole Ig molecule is not immunogenic to the host system which produces antibodies to them. Rather, a small site of regions on immunoglobulin molecule act as immunogen. Whole immunoglobulin molecule എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോജനിക് അല്ല, ഹോസ്റ്റ് സിസ്റ്റത്തിന് ഇമ്മ്യൂണോജനിക് അല്ല. അതിൽ സ്മാൾ സൈറ്റാണ് എന്തായിട്ട് ആക്ട് ചെയ്യുക, ഇമ്മ്യൂണോജനായിട്ട് ആക്ട് ചെയ്യുക. ഈ സൈറ്റുകളെയാണ് നമ്മൾ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുക. ബേസ്ഡ് ഓൺ ദിയർ ലൊക്കേഷൻ ഓൺ ഇമ്മ്യൂണോഗ്ലോബിൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്പ്: ഐസോടൈപ്പ്, അല്ലോടൈപ്പ് ആൻഡ് ഇഡിയോടൈപ്പ്. ആ സൈറ്റുകളെയാണ് ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്ന് പറയുക. അത് ഇമ്മ്യൂണോഗ്ലോബിനിലെ ആ സൈറ്റുകളുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം: ഐസോടൈപ്പ്, അല്ലോടൈപ്പ് ആൻഡ് ഇഡിയോടൈപ്പ്. ഇവിടെ നമുക്ക് ഐസോടൈപ്പ് ഡിറ്റർമിനൻസ്, അല്ലോടൈപ്പ് ആൻഡ് ഇഡിയോടൈപ്പ് ഡിറ്റർമിനൻസ് കാണാൻ പറ്റും. ഒരു ഇമ്മ്യൂണോഗ്ലോബിനിൽ 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനുമാണ് ഉണ്ടാവുക. എൻ ടെർമിനലിൻ്റെ അവിടെയാണ് വേരിയബിൾ റീജിയൻ വരുന്നത്. ലൈറ്റ് ചെയിൻ ആണെങ്കിൽ അതിലൊരു ഗാമയുണ്ട്, ലാംഡയും ഉണ്ട്. ഹെവി ചെയിൻ ആണെങ്കിൽ അതിൽ മ്യൂ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, ആൽഫ ഉണ്ട്, എപ്സിലോൺ ഉണ്ട്. ഈ ഹെവി ചെയിനിനെ ബേസ് ചെയ്തിട്ടാണ് 5 ക്ലാസ്സാക്കി തിരിച്ചിരിക്കുന്നത്. അതായത് IgM, IgD, IgG, IgA ആൻഡ് IgE. ഇതന്നെയാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ മേലത്തെ പോർഷനാണ് ഫാബ് റീജിയൻ, FAB എന്ന് പറയുന്നത്. അതായത് ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് റീജിയൻ എന്ന് പറയും. FC താഴത്തെ പോർഷനാണ് FC ആയിട്ട് വരുന്നത്. FC എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റ് ക്രിസ്റ്റലൈസബിൾ റീജിയൻ ആണ്. ഐസോടൈപ്പ് ബേസ്ഡ് ഓൺ ഹെവി ചെയിൻ ആണ് 5 ക്ലാസ് ആക്കിയിട്ടില്ല പറഞ്ഞു. അതായത് IgM, IgD, IgG, IgA ആൻഡ് IgE. ഇതിനെ തന്നെയാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ഈ IgM, IgD, IgG, IgA, IgE എന്ന് പറയുന്നതിനെ തന്നെയാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരേ സ്പീഷീസ് ആണെങ്കിൽ അതിൽ സിമിലർ ആയിരിക്കും, സെയിം സ്പീഷീസ് ആണെങ്കിൽ സെയിം ആയിരിക്കും. ഡിഫറെൻറ്റ് സ്പീഷീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് പറയുന്നത്. ഇതെവിടെ കാണുക? ഹെവി ചെയിൻ ഐസോടൈപ്പ് ആണെങ്കിൽ FC പോർഷൻ ഓഫ് ദ കോൺസ്റ്റൻറ്റ് റീജിയനാണ് കാണുക. ലൈറ്റ് ചെയിൻ ഐസോടൈപ്പ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് റീജിയനിലാണ് കാണുന്നത്. These determinants are present on all molecules of each class and subclass of immunoglobulin heavy chain and on each type of light chain. Light chainലും heavy chainലും എല്ലാ ക്ലാസ്സിലും സബ് ക്ലാസ്സിലും കാണാൻ പറ്റും. They are defined serologically by antisera directed against the constant regions of H and L chain. The antisera are produced in animals which upon injection of purified human immunoglobulins recognize the structural difference between constant regions of H and L chain. പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബിൻസ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽസിൽ ആൻറ്റിസെറ പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിസെറ വെച്ച് കഴിഞ്ഞാൽ എന്താ? അതൊരു ബ്ലഡ് സെറമാണ്. അതിൽ ആൻറ്റിബോഡീസാണ് ഉണ്ടാവുക. സ്പെസിഫിക് ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസുള്ള ബ്ലഡ് സെറത്തിനെയാണ് നമ്മൾ ആൻറ്റിസെറം എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ഡിസീസസിന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസിലുള്ള ഡിഫറൻസ് മനസ്സിലാവും. Isotypic determinants are common to all members of a given species, hence they cannot be used as genetic markers. നമ്മൾ പറഞ്ഞു ഒരു സ്പീഷീസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അത് കോമൺ ആയിരിക്കും, സെയിം ആയിരിക്കും. ഡിഫറെൻറ്റ് സ്പീഷീസ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് അതൊരു ജനറ്റിക് മാർക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. Formed by unique sequence of amino acids located in the constant region of heavy and light chain. Hence different isotypes differ from each other in their constant region. ഐസോടൈപ്പ് ഉണ്ടാവുന്നത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിനിലെ കോൺസ്റ്റൻറ്റ് റീജിയനിലെ യുണീക്ക് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് കാരണമാണ്. ഹെവി ആൻഡ് ലൈറ്റ് ചെയിനിലെ കോൺസ്റ്റൻറ്റ് റീജിയനിലെ യുണീക്ക് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് കാരണമാണ് ഐസോടൈപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഐസോടൈപ്സ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൽ കോൺസ്റ്റൻറ്റ് റീജിയൻസിൽ ഡിഫറെൻ്റ് ആയിട്ട് കാണും, സെയിം ആണെങ്കിൽ സിമിലർ ആയിട്ട് കാണും. ഡിഫറെൻറ്റ് ഐസോടൈപ്സ് ആണെങ്കിൽ എന്തുണ്ടാവുക? കോൺസ്റ്റൻറ്റ് റീജിയനിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കാണും. ക്ലാസസ് ആൻഡ് സബ് ക്ലാസസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻസ് ആർ ഐസോടൈപ്സ് ഓഫ് വൺ അനദർ. Isotypes are present in all members of the same species and they are same in all. Isotypes are different in different species. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഐസോടൈപ്സ് എന്ന് പറയുന്നത് ഒരേ മെമ്പേഴ്സിലാണെങ്കിൽ സിമിലർ ആയിരിക്കും, ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും.
ക്ലാസ് ആൻഡ് സബ് ക്ലാസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻസ് എന്ന് പറയുന്നത് ഐസോടൈപ്സ് ഓഫ് വൺ അനദർ ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ജി ജി ഓഫ് മൗസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ദാൻ IgG ഓഫ് റാബിറ്റ് ആണ്. ഒരു റാബിറ്റിൻ്റെയും മൗസിൻ്റെയും IgG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് മൗസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക, സിമിലർ ആയിരിക്കും. രണ്ട് റാബിറ്റിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിരിക്കും. ഒരു മൗസിൻ്റെയും ഒരു റാബിറ്റിൻ്റെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ IgG എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. Indeed, the antibodies will only react with the constant region of the mu chain. mu chainൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനായിട്ട് മാത്രമാണ് ആൻറ്റിബോഡീസ് റിയാക്ട് ചെയ്യുന്നത്. mu chain എന്ന് പറയുമ്പോൾ ഏതാ, IgM. അപ്പോൾ IgMൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനായിട്ടാണ് ആൻറ്റിബോഡീസ് റിയാക്ട് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ് ടു ദ വേരിയബിൾ റീജിയൻ ആർ rare, perhaps because only a few copy of different variable region are represented in the IgM and thus effective immunization does not occur. വേരിയബിൾ റീജിയനിലുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് റെയറാണ്. കാരണം എന്താ, ഓരോ ഡിഫറെൻറ്റ് വേരിയബിൾ റീജിയൻസിൻ്റെയും കുറച്ച് കോപ്പി മാത്രമേ IgMൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ നടക്കണില്ല. വേരിയബിൾ റീജിയനിലുള്ള ആൻറ്റിബോഡി എന്ന് പറയുന്നത് റെയറാണ്. കാരണം ഓരോ ഡിഫറെൻറ്റ് വേരിയബിൾ റീജിയൻ്റെയും കുറച്ച് കോപ്പി മാത്രമേ IgMൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ നടക്കണില്ല. The determinants that are recognized by such antibodies are called isotypic determinants, and the antibodies to those determinants are called anti-isotypic antibody. The determinants that are recognized by such antibodies നെയാണ് നമ്മൾ isotypic determinant എന്ന് പറയാം, and the antibodies to those determinants are called anti-isotypic antibody. അങ്ങനെ ആൻറ്റിബോഡികളെ തിരിച്ചറിയുന്ന ഡിറ്റർമിനൻറ്റുകളെ നമ്മൾ ഐസോടൈപ്പിക് ഡിറ്റർമിനൻറ്റുകൾ എന്ന് പറയും. ആ ഡിറ്റർമിനൻറ്റുകളുടെ ആൻറ്റിബോഡീനെ നമ്മൾ ആൻറ്റി ഐസോടൈപ്പിക് ആൻറ്റിബോഡി എന്നും പറയുന്നു. Each class, subclass, type and subtype of immunoglobulin has its unique set of isotypic determinant. ഓരോ ക്ലാസ്സിനും സബ് ക്ലാസ്സിനും ടൈപ്പിനും സബ് ടൈപ്പിനും ഒക്കെ യൂണിക് സെറ്റ് ഓഫ് ഐസോടൈപ്പിക് ഡിറ്റർമിനൻസ് ഉണ്ട്. Heavy chain isotopes are found on the Fc portion of the constant region of the molecule, while light chain isotopes are found in the constant region. Heavy chain isotopes എവിടെ ഉണ്ടാവുക, കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ FC പോർഷനിലാണ് ഉണ്ടാവുക. ഹെവി ചെയിൻ ഉണ്ടാകുന്നത് കോൺസ്റ്റൻറ്റ് റീജിയൻ്റെ FC പോർഷനിലാണ്. ലൈറ്റ് ചെയിൻ ഐസോടൈപ്പ് ഉണ്ടാകുന്നത് കോൺസ്റ്റൻറ്റ് റീജിയനിലാണ്. ലൈറ്റ് ചെയിൻ ഐസോടൈപ്പ് കോൺസ്റ്റൻറ്റ് റീജിയനിലുണ്ടാവും. ഒക്കറൻസ് ഐസോടൈപ്സ് ആർ ഫൗണ്ട് ഇൻ ആൾ നോർമൽ ഇൻഡിവിജ്വൽസ് ഇൻ ദ സ്പീഷീസ്. ഒരു സ്പീഷീസിലെ എല്ലാ നോർമൽ ഇൻഡിവിജ്വൽസിലും ഐസോടൈപ്സ് ഉണ്ട്. ദ പ്രിഫിക്സ് ഐസോ മീൻസ് സെയിം ഇൻ ആൾ മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷ്യസ്. ഒരേ സ്പീഷീസിൽ എന്താ സിമിലർ ആയിരിക്കും നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ഐസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. സം ഇൻഡിവിജ്വൽസ് വിത്ത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് മേ ലാക്ക് വൺ ഓർ മോർ ഐസോടൈപ്സ്, ബട്ട് നോർമൽ ഇൻഡിവിജ്വൽസ് ഹാവ് ഓൾ ഐസോടൈപ്സ്. ചില ഇൻഡിവിജ്വൽസിന് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്നോ രണ്ടോ ഐസോടൈപ്പൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നോർമൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എല്ലാ ഐസോടൈപ്പ് ഉണ്ടാവും. അതായത് IgM, IgD, IgG അതൊക്കെ ഇല്ലേ, അത് നോർമൽ ഒരു ഇൻഡിവിജ്വലാണെങ്കിൽ ഇതിലെല്ലാം ഉണ്ടാവും. എന്തെങ്കിലും ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത് ലാക്ക് ചെയ്യുന്നുണ്ടാവും. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ലാക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ഫിഗറിൽ മൗസിൻ്റെ ഐസോടൈപ്പിക് ഡിറ്റർമിനൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ മൗസിൻ്റെ IgGയും IgMും എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, കോൺസ്റ്റൻറ്റ് റീജിയൻ സിമിലർ ആണ്. കോൺസ്റ്റൻറ്റ് റീജിയൻ ഓഫ് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത് സിമിലർ ആണ്. അതിനെയാണ് നമ്മൾ ഐസോടൈപ്പിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. Importance. Antibodies to isotypes are used for the quantitation of immunoglobulin classes and subclasses in various diseases, in the characterization of B-cell leukemia and in the diagnosis of various immunodeficiency diseases. Isotypes എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്, ഇമ്മ്യൂണോഗ്ലോബിൻ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റേഷന് വേണ്ടിയിട്ട്. ഓരോ ഡിസീസ് ഉള്ള കേസുകളിൽ എന്തെങ്കിലും ഇപ്പോൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ഡിസീസ് ഉള്ള കേസിൽ ഇമ്മ്യൂണോഗ്ലോബിൻ ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ B-cell ലുക്കീമിയയുടെയൊക്കെ ക്യാരക്ടറൈസേഷന് വേണ്ടി യൂസ് ചെയ്യാം. വേറെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസുകളുടെ ഡയഗ്നോസിസിൻ്റെ കേസിലൊക്കെ യൂസ് ചെയ്യാം ഐസോടൈപ്പിക് ഡിറ്റർമിനൻസ്. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. The antigen combining site in the V region of immunoglobulin molecule, in addition to determining specificity for antigen binding, can also act as antigen and induce production of antibody against it. വേരിയബിൾ റീജിയനിലുള്ള ആൻറ്റിജൻ കമ്പൈനിങ് സൈറ്റ് ഉണ്ടല്ലോ, അത് ആൻറ്റിജൻ ബൈൻഡിങ്ങിൻ്റെ സ്പെസിഫിസിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊരു ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ആൻറ്റിബോഡീൻ്റെ പ്രൊഡക്ഷനെ ഇൻഡ്യൂസ് ചെയ്യും. Such antigenic determinants usually associated with hypervariable regions are known as idiotypes. ഇങ്ങനെയുള്ള ആൻറ്റിജൻ ഡിറ്റർമിനൻസ്, അതായത് ഹൈപ്പർ വേരിയബിൾ റീജിയൻസിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൻറ്റിജനിക് ഡിറ്റർമിനൻസിനെയാണ് നമ്മൾ ഇഡിയോടൈപ്സ് എന്ന് പറയാം. ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹൈപ്പർ വേരിയബിൾ റീജിയൻ ഓഫ് VH and VL domains, and one member of a species act antigenic determinant to other member of the same species. ഇത് കാണുന്നത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിനിലുള്ള വേരിയബിൾ റീജിയൻസിലാണ്. അവിടെ യുണീക്ക് ആയിട്ടുള്ള അമിനോ ആസിഡ് സീക്വൻസുകളാണ്
ഉണ്ടാവുക. സ്പെസിഫിസിറ്റി ഓഫ് ആൻറ്റിബോഡി എഗെയിൻസ്റ്റ് ആൻറ്റിജൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആ യുണീക്ക് അമിനോ ആസിഡ് സീക്വൻസ് ഉള്ളത് കൊണ്ടാണ്, വേരിയബിൾ റീജിയനിലുള്ള യുണീക്ക് അമിനോ ആസിഡ് സീക്വൻസ് ഉള്ളത് കൊണ്ടാണ് ആ ആൻറ്റിബോഡീസ് സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇഡിയോടൈപ്സ് എന്ന് പറയുന്നത്. Idiotypes are localized on the Fab fragment of the IgG molecule. Fab എന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റ് ആൻറ്റിജൻ ബൈൻഡിങ് ആണ്. ആ പോർഷനിലാണ് ഇഡിയോടൈപ്സ് ലോക്കലൈസ്ഡ് ആയിട്ടുള്ളത്. IgG മോളിക്യൂളിൻ്റെ ഫാബ് ഫ്രാഗ്മെൻറ്റിലാണ് ഇഡിയോടൈപ്സ് ഉള്ളത്. സ്പെസിഫിക്കലി ദി ആർ ലൊക്കേറ്റഡ് അറ്റ് ഓ നിയർ ദ ഹൈപ്പർ വേരിയബിൾ റീജിയൻ ഓഫ് ദ ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ. നമ്മൾ പറഞ്ഞു ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസിൻ്റെ ഹൈപ്പർ വേരിയബിൾ റീജിയൻസിലാണ് ഇഡിയോടൈപ്സ് കാണുന്നത്. ഇൻ മെനി ഇൻസ്റ്റൻസസ് ദ ആക്ച്വൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ് ദാറ്റ് ഇസ് ഇഡിയോടൈപ്പ് മേ ഇൻക്ലൂഡ് സം ഓഫ് ദ ഫ്രെയിംവർക്ക് റെസിഡ്യൂസ് നിയർ ദ ഹൈപ്പർ വേരിയബിൾ റീജിയൻ. കുറേ ഇൻസ്റ്റൻസിൽ ആക്ച്വൽ ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ്, അതായത് ഈ ഇഡിയോടൈപ്പുകളിൽ ഹൈപ്പർ വേരിയബിൾ റീജിയൻസിൻ്റെ കുറച്ച് ഫ്രെയിംവർക്ക് റെസിഡ്യൂസ് കൂടി ഉണ്ടാവാറുണ്ട്. നമ്മൾ പറഞ്ഞു ഹൈപ്പർ വേരിയബിൾ റീജിയനിലാണ് മെയിനായിട്ട് കാണുന്നത്. ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസിൻ്റെ ഹൈപ്പർ വേരിയബിൾ റീജിയനിലാണുള്ളത്. ചില കേസിൽ ഈ ഇഡിയോടൈപ്പിൽ ഈ ഹൈപ്പർ വേരിയബിൾ റീജിയൻ്റെ അടുത്തുള്ള കുറച്ച് ഫ്രെയിംവർക്ക് റെസിഡ്യൂസും കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. Idiotypes are usually determinants created by both heavy and light chain HVRs, although sometimes isolated heavy and light chains will express the idiotype. ചില കേസിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഹെവി ചെയിൻ ആൻഡ് ലൈറ്റ് ചെയിൻ ആണെങ്കിലും അത് ഇഡിയോടൈപ്പ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഫിഗറിൽ ഇഡിയോടൈപ്പിക് ഡിറ്റർമിനൻസ് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫാബ് റീജിയനിൽ കാണാൻ പറ്റും. അതായത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസിൻ്റെ വേരിയബിൾ റീജിയൻസിലാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ മൗസിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, 2 ഇമ്മ്യൂണോഗ്ലോബിൻ എടുത്തു കഴിഞ്ഞാൽ അതിലെന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഡിയോടൈപ്പിക് ഡിറ്റർമിനൻസ് ആണ് ഉണ്ടാവുക. ഒരേ ഓർഗാനിസത്തിൽ തന്നെ ഇഡിയോടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? വാരി ചെയ്യും. വാരിയിങ് ഇൻസൈഡ് ദ സെയിം ഓർഗാനിസം. അതാണ് ഇഡിയോടൈപ്പിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. വി റീജിയൻ മാർക്കറായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇഡിയോടൈപ്സ് ആർ യൂസ്ഫുൾ മാർക്കർ ഫോർ എ പെർട്ടിക്കുലർ വേരിയബിൾ റീജിയൻ. ഒരു വേരിയബിൾ റീജിയൻ്റെ മാർക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റെഗുലേഷൻ ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസസ്, അതായത് ദർ ഇസ് എവിഡൻസ് ദാറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ് മേ ബി റെഗുലേറ്റഡ് ബൈ ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ് ഡിറക്റ്റഡ് അഗെയിൻസ്റ്റ് അവർ ഓൺ ഇഡിയോടൈപ്പിക് ഡിറ്റർമിനൻസ്. ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസസിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. വാക്സിൻസിൽ ഇൻ സം കേസസ് ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ് ആക്ച്വലി സ്റ്റിമുലേറ്റ് ബി സെൽസ് ടു മേക്ക് ആൻറ്റിബോഡി ആൻഡ് ദസ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് എ വാക്സിൻ. ചില കേസസിൽ ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ് ബി സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, എന്നിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കും. അപ്പോൾ അതൊരു വാക്സിനായിട്ടും ചില കേസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഇമ്പോർട്ടൻസ്. This approach is being tried to immunize against highly dangerous pathogens that cannot be safely used as vaccine. ഇപ്പോൾ നമ്മൾ വാക്സിനായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചില പാത്തജൻസ് ഒക്കെ ഹൈലി ഡേഞ്ചറസ് ആയിരിക്കും, അതായത് ഡയറക്റ്റായിട്ട് അതിനെ ഒരു വാക്സിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ ഈ അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബി സെൽ ട്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബി സെൽ ട്യൂമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനും ഇഡിയോടൈപ്പിക് ഡിറ്റർമിനൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ് ഡിറക്റ്റഡ് അഗെയിൻസ്റ്റ് ആൻ ഇഡിയോടൈപ്പ് ഓൺ മാലിഗ്നൻറ്റ് ബി സെൽ ക്യാൻ യൂസ്ഡ് ടു കിൽ ദ സെൽസ്. ബി സെല്ലിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വയ്ക്കുന്ന ആൻറ്റി ഇഡിയോടൈപ്പിക് ആൻറ്റിബോഡീസ് ആ ട്യൂമർ സെൽസിനൊക്കെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യാം. കില്ലിംഗ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ ഓർ ബിക്കോസ് ടോക്സിക് മോളിക്യൂൾസ് ആർ അറ്റാച്ച് ടു ദ ആൻറ്റിബോഡി. ഈ കില്ലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ഒന്നില്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ്റെ വഴിയാണ്. കാരണം ടോക്സിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആ ആൻറ്റിബോഡിയിൽ അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് ആ സെല്ലിനെ കില്ല് ചെയ്യണത്. ഇതൊക്കെയാണ് ഇഡിയോടൈപ്പിക് ഡിറ്റർമിനൻസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. These hereditary antigenic are determinants of immunoglobulin polypeptide chains that may differ between individuals of the same species. ഈ ഹെറിഡിറ്ററി ആൻറ്റിജനിക് എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബിൻ പോളിപെപ്റ്റൈഡ് ചെയിൻസിൻ്റെ ഡിറ്റർമിനൻസ് ആണ്. സെയിം സ്പീഷീസ് എടുത്താൽ തന്നെ അത് ഓരോ ഇൻഡിവിജ്വൽസിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കറിയാം അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഫോം ഓഫ് എ ജീനാണ്. ആസ് വി നോ ദാറ്റ് ജീൻസ് കോഡിംഗ് ഫോർ എ കോൺസ്റ്റൻറ്റ് റീജൻ ഓഫ് ദ ആൻറ്റിബോഡി ഓർ എപ്പിറ്റോപ്പ് ഓഫ് ആൻറ്റിബോഡി ആർ സെയിം ഇൻ ദ സെയിം സ്പീഷീസ്, ദർ ഇസ് ഡിഫറെൻറ്റ് ഇൻ ദയർ അലീൽസ്. കോൺസ്റ്റൻറ്റ് റീജിയന് കോഡ് ചെയ്യുന്ന ജീൻസ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ അലീൽസ് എന്താ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് റീജിയനിൽ തന്നെ. ഒരു കോൺസ്റ്റൻറ്റ് റീജിയൻ എടുത്താൽ തന്നെ അതിൽ അലീൽസ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ സെയിം സ്പീഷീസിൽ വേറെ വേറെ ഇൻഡിവിജ്വൽസ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. The loci controlling allotypic determinants are codominant autosomal genes that follow Mendelian laws of heredity. ഈ അലോടൈപ്പിക് ഡിറ്റർമിനൻസിനെ കൺട്രോൾ ചെയ്യുന്ന ലോസി എന്ന് പറയുന്നത് കോഡോമിനൻറ്റ് കണ്ടീഷൻ ആയിരിക്കും. അതായത് രണ്ടും എക്സ്പ്രസ്ഡ് ആയിട്ടും ഫിനോടൈപ്പിക്കലി ഒരു ഹെട്രോസൈഗോട്ട് ആയിരിക്കും. ആൽ അലോടൈപ്പിക് മാർക്കേഴ്സ് ദാറ്റ് ഹാവ് സോ ഫാർ ബീൻ ഐഡൻറ്റിഫൈഡ് ഓൺ ഹ്യൂമൻ immunoglobulin molecule with one exception are present in the C region of H chains of IgG, IgA, IgE and on K type L chain. Human immunoglobulin
ഇമ്മ്യൂണോഗ്ലോബിൻസിൽ കണ്ടുപിടിച്ചിട്ടുള്ള അലോടൈപ്പിക് മാർക്കേഴ്സൊക്കെ ഹെവി ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയൻസിലാണ് കാണുന്നത്. ഇതിൻ്റെയൊക്കെ IgG, IgA, IgE ഇതിലൊക്കെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെവി ചെയിൻസിലെ കോൺസ്റ്റൻറ്റ് റീജിയൻസിലാണ് അലോടൈപ്പ് കാണുന്നത്. സിൻസ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് മേ ഹാവ് ഡിഫറെൻറ്റ് അലോടൈപ്പ്, ദിസ് ഡിറ്റർമിൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ജനറ്റിക് മാർക്കേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ സ്പീഷീസിൽ തന്നെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു ജനറ്റിക് മാർക്കറായിട്ട് യൂസ് ചെയ്യാം. Antigenic determinants are present in the constant region of H and L chain and are encoded by polymorphic alleles are called allotypes. Antigenic determinants H and L chainൻ്റെ കോൺസ്റ്റൻറ്റ് റീജിയനിലാണ് ഉണ്ടാവുക. പോളിമോർഫിക് അല്ലീൽ വെച്ചിട്ട് എൻകോഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് അലോടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ജീന് പോളിമോർഫിക് എന്ന് പറയുന്നത് എപ്പോഴാണ്, അതിൻ്റെ ജീൻ ലോക്കസിൽ മോർ ദാൻ 1 അല്ലീൽ ഉള്ളപ്പോഴാണ് അതിനെ പോളിമോർഫിക് എന്ന് പറയുക. അതിൻ്റെ ജീൻ ലോക്കസിൽ മോർ ദാൻ 1 അല്ലീൽ ഉള്ളപ്പോഴാണ് അതിനെ പോളിമോർഫിക് എന്ന് പറയുക. അപ്പോൾ ഈ അലോടൈപ്പിക് ഡിറ്റർമിനൻസിൽ പോളിമോർഫിക് അലീൽസാണ് എൻകോഡ് ചെയ്തിട്ടുണ്ടാവുക. സിൻസ് സം മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ക്യാരി അലീൽസ്, എല്ലാവരും അല്ല, സം മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ക്യാരി അലീൽസ്, ദേ ആർ പ്രസൻറ്റ് ഇൻ സം മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷീസ്. അപ്പോൾ ഇത് ചില മെമ്പേഴ്സിലാണ് ഉണ്ടാവുക. അലോടൈപ്സ് ഡിഫർ ഇൻ സീക്വൻസ് ഓഫ് 1 to 4 അമിനോ ആസിഡ്സ് ഫ്രം വൺ അനദർ. ഒരു സ്പീഷീസിൻ്റെ ഇതിൽ നിന്ന് വേറൊരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു അമിനോ ആസിഡ് സീക്വൻസിൽ ഡിഫറൻസ് കാണിക്കും. അലോടൈപ്സ് ഡിഫർ ഇൻ സീക്വൻസ് ഇൻ 1 to 4 അമിനോ ആസിഡ്സ് ഫ്രം one another. Allotypes present slight difference in the amino acid sequence of heavy or light chains of different individuals. ഇപ്പോൾ 2 ഇൻഡിവിജ്വൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹെവി ഓർ ലൈറ്റ് ചെയിൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ 1 to 4 അമിനോ ആസിഡ്സിൽ ഡിഫറൻസ് കാണിക്കും. ആ ഒരു സീക്വൻസിൽ ഒരു അമിനോ ആസിഡ് സീക്വൻസിലോ അല്ലെങ്കിൽ ഒരു 4 എണ്ണത്തിലൊക്കെ ഡിഫറൻസ് കാണിക്കും വേറെ വേറെ ഇൻഡിവിജ്വൽസിൻ്റെ. ഈവൻ എ സിംഗിൾ അമിനോ ആസിഡ് ഡിഫറൻസ് ക്യാൻ ഗിവ് റൈസ് ടു ആൻ അലോടൈപ്പിക് ഡിറ്റർമിനൻറ്റ്. ഒരു സിംഗിൾ അമിനോ ആസിഡ് ഡിഫറൻസ് ആണെങ്കിൽ പോലും എന്താ ഉണ്ടാവുക, ഒരു അലോടൈപ്പിക് determinant ആണ് അവിടെ ഉണ്ടാവുക. Although in many cases there are several amino acid substitutions that have occurred. Allotypic differences are detected by using antibody directed against allotypic determinants. ഈ അലോടൈപ്പിക് ഡിഫറൻസസ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? ഈ അലോടൈപ്പിക് ഡിറ്റർമിനൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് വെച്ചിട്ടാണ്. ആൻറ്റിബോഡീസ് കൊടുത്തിട്ടാണ് നമ്മൾ അലോടൈപ്പിക് ഡിഫറൻസസ് കണ്ടുപിടിക്കുക. ദിസ് ആൻറ്റിബോഡീസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഇൻജെക്ടിങ് ദ ഇമ്മ്യൂണോഗ്ലോബിൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സൺ ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എടുത്തിട്ട് വേറൊരു പേഴ്സണിക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻറ്റിബോഡീസിനെ ഉണ്ടാക്കാൻ പറ്റും. ഇൻ പ്രാക്ടീസ് ഹൗവർ വി ഒബ്റ്റെയിൻ ആൻറ്റി അലോടൈപ്പിക് ആൻറ്റിസെറ ഫ്രം വുമൺ ഹു ഹാവ് multiple pregnancies or from people who have received blood transfusions or from some patient with rheumatoid arthritis. ഈ ആൻറ്റി അലോടൈപ്പ് ആൻറ്റിസെറ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് നടന്നിട്ടുള്ള വുമണിന്, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടന്നിട്ടുള്ള ആൾക്കാരിന്ന്, അല്ലെങ്കിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് എന്നൊക്കെയാണ് ഈ ആൻറ്റി അലോടൈപ്പിക് ആൻറ്റിസെറ നമ്മൾ കളക്ട് ചെയ്യാറ്. In human, the allotypic differences are localized to the constant region of the heavy and light chain. നമ്മൾ പറഞ്ഞു ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ്റെ കോൺസ്റ്റൻറ്റ് റീജൻസിലാണ് ഈ അലോടൈപ്പിക് ഡിറ്റർമിനൻസ് ഉള്ളത്. ഒക്കറൻസ് ഇൻഡിവിജ്വൽ അലോടൈപ്സ് ആർ ഫൗണ്ട് ഇൻ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ്. എല്ലാ സ്പീഷീസിൻ്റെയും ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൽ ഇൻഡിവിജ്വൽ അലോടൈപ്സ് ഉണ്ട്. ആൾ അലോടൈപ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ആൾ മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷീസ്. എല്ലാ അലോടൈപ്പും ആ സ്പീഷീസിൻ്റെ എല്ലാ മെമ്പേഴ്സിലും കണ്ടോളണമെന്നില്ല. ദ പ്രിഫിക്സ് അല്ലോ മീൻസ് ഡിഫറെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ്. അല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഡിഫറെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഒരു സ്പീഷീസിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിൽ സെക്കൻഡ് ഫിഗറാണ് അലോടൈപ്പിക് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. അത് ഓരോ ഇൻഡിവിജ്വൽ എടുത്ത് നോക്കിയാലും വേരിയേഷൻ ഉണ്ടാവും. ഇറ്റ് ഈസ് മച്ച് മോർ റിലേറ്റഡ് ടു ജനറ്റിക് മേക്കപ്പ്. കോൺസ്റ്റൻറ്റ് ലൈറ്റ് ചെയിനും കോൺസ്റ്റൻറ്റ് ഹെവി ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വേരിയേഷൻ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ജനറ്റിക് മേക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഇതെടുത്ത് നോക്കിയാലും കോൺസ്റ്റൻറ്റ് ലൈറ്റ് ആൻഡ് കോൺസ്റ്റൻറ്റ് ഹെവി ചെയിനിൽ വേരിയേഷൻസ് കാണിക്കും. ട്വിൻസിൻ്റെ കേസിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം സിമിലർ ആയിട്ടുള്ള ജനറ്റിക് മേക്കപ്പ് ആയതുകൊണ്ട്. അല്ലാതെ കേസിൽ വേറൊരു ഇൻഡിവിജ്വൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് അലോടൈപ്പിക് ഡിറ്റർമിനൻസ്. ഇമ്പോർട്ടൻസ്: മോണിറ്ററിംഗ് ബോൺ മാരോ ഗ്രാഫ്റ്റ്. ബോൺ മാരോ ഗ്രാഫ്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ് എ ഡിഫറെൻറ്റ് അലോടൈപ്പ് ഫ്രം ദ റെസിപ്പിയൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മോണിറ്റർ ദ ഗ്രാഫ്റ്റ്. ബോൺ മാരോ ഗ്രാഫ്റ്റുകളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോറൻസിക് മെഡിസിൻസിൽ യൂസ് ചെയ്യാം. KM and GM അലോടൈപ്സ് ആർ ഡിറ്റക്റ്റബിൾ ഇൻ ബ്ലഡ് സ്റ്റെയിൻസ് ആൻഡ് സെമൻ ആൻഡ് ആർ യൂസ്ഫുൾ ഇൻ ഫോറൻസിക് മെഡിസിൻ. നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സിലുള്ള അലോടൈപ്പാണ് KM and GM ഒക്കെ. അത് ബ്ലഡ് സ്റ്റെയിൻ, സെമം ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോറൻസിക് മെഡിസിനിൽ യൂസ് ചെയ്യാം. പിന്നെ പറ്റേണിറ്റി ടെസ്റ്റിങ്ങിന് അലോടൈപ്പിക് ഡിറ്റർമിനൻസ് യൂസ് ചെയ്യാം. പിന്നെ ദ ഇമ്മ്യൂണോഗ്ലോബിൻ അലോടൈപ്സ് ആർ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് യൂസ്ഡ് ഇൻ ലീഗൽ കേസസ് ഇൻവോൾവിങ് പറ്റേണിറ്റി കേസസിലൊക്കെ ലീഗലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബിൻ അലോടൈപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഒരു കമ്പാരിസൺ പോലെ നോക്കാം. ഹെവി ചെയിൻ ഐസോടൈപ്സ് ആർ ഫൗണ്ട് ഓൺ ദ FC പോർഷൻ ഓഫ് ദ കോൺസ്റ്റന്റ് റീജിയൻ ഓഫ് ദ മോളിക്യൂൾ, വൈൽ ലൈറ്റ് ചെയിൻ ഐസോടൈപ്സ് ആർ ഫൗണ്ട് ഇൻ ദ കോൺസ്റ്റന്റ് റീജിയൻ. ഹെവി ചെയിൻ ഐസോടൈപ്സ് ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റീജിയൻ്റെ FC പോർഷനിലാണ് ഉള്ളത്. ലൈറ്റ് ചെയിൻ ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് റീജിയനിലാണ് ഉള്ളത്. Light chain isotopes are found in the constant region. Isotopes are present in all the members of the same species and they are same in all. എല്ലാ ഒരേ സ്പീഷീസിലെ എല്ലാ മെമ്പേഴ്സിലും പ്രസൻ്റ് ആണ്, എല്ലാവരും അത് സിമിലർ ആണ്. ഐസോടൈപ്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. ഡിഫറെൻറ്റ് സ്പീഷീസിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ആൾ ക്ലാസ്സസ് ആൻഡ് സബ് ക്ലാസ്സസ് ഓഫ് നോർമൽ ഇമ്മ്യൂണോഗ്ലോബിൻ ഷെയർ ദ 2 ലൈറ്റ് ചെയിൻ ഐസോടൈപ്സ്. ഇനി ഇഡിയോടൈപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ ഹൈപ്പർ വേരിയബിൾ റീജിയൻ ഓഫ് ദ VH and VL domains and one member of a species acts as ആൻറ്റിജനിക് ഡിറ്റർമിനൻറ്റ് ടു ദ അതർ മെമ്പർ ഓഫ് ദ സെയിം സ്പീഷീസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് സമ്മറൈസ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഹൈപ്പർ വേരിയബിൾ റീജിയൻസിൽ ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസിൻ്റെ ഹൈപ്പർ വേരിയബിൾ റീജിയൻസിലാണ് ഉള്ളത്. Idiotypes are localized on the fag fragment of the immunoglobulin molecule. എവിടെ ഉണ്ടാവുക? ഫാഗ് ഫ്രാഗ്മെൻറ്റിലാണ് ഇഡിയോടൈപ്പ് കാണുന്നത്. സ്പെസിഫിക്കലി ദേ ആർ ലോക്കലൈസ്ഡ് അറ്റ് ഓർ നിയർ ദ ഹൈപ്പർ വേരിയബിൾ റീജിയൻ ഓഫ് ദ ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസ്. ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻസിൻ്റെ ഹൈപ്പർ വേരിയബിൾ റീജിയൻസിലാണ് ഉണ്ടാവുന്നത്. ഇഡിയോടൈപ്സ് ആർ യൂഷ്വലി ഡിറ്റർമിനൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ HVRs. although sometimes isolated heavy and light chains will express the idiotype. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കേസിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ളതും ഇഡിയോടൈപ്പായിട്ട് കാണാറുണ്ട്. ഇനി അലോടൈപ്പ് പറയുകയാണെങ്കിൽ ഇൻ ഹ്യൂമൻസ് അലോടൈപ്പിക് ഡിഫറൻസസ് ആർ ലോക്കലൈസ്ഡ് ഓൺ ദ കോൺസ്റ്റന്റ് റീജിയൻ ഓഫ് ദ ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ. ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ്റെ കോൺസ്റ്റന്റ് റീജിയനിലാണ് കാണുന്നത്. സിൻസ് സം മെമ്പർ ഓഫ് എ സ്പീഷീസ് ക്യാരി അലീൽസ് നോട്ട് ആൾ ദേ ആർ പ്രസൻറ്റ് ഇൻ സം മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷീസ്. അലീൽസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ മെമ്പേഴ്സിലും കാണണമെന്നില്ല. ഒരു സ്പീഷീസിനെ എടുത്തു കഴിഞ്ഞാലും എല്ലാ മെമ്പേഴ്സിലും അലോടൈപ്പ് കണ്ടോളണമെന്നില്ല. അലോടൈപ്പ് ഡിഫർ ഇൻ സീക്വൻസസ് ഓഫ് 1 to 4 അമിനോ ആസിഡ് ഫ്രം വൺ അനദർ. ഒരു ഇൻഡിവിജ്വലും വേറൊരു ഇൻഡിവിജ്വൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അമിനോ ആസിഡ് സീക്വൻസുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ അലോടൈപ്പ് ഉണ്ടാവുന്നത്. ഈവൻ എ സിംഗിൾ അമിനോ ആസിഡ് ഡിഫറൻസ് ക്യാൻ ഗിവ് റൈസ് ടു ആൻ അലോടൈപ്പിക് ഡിറ്റർമിനൻറ്റ്. although in many cases there are several amino acid substitutions that have occurred. ഒരു സിംഗിൾ അമിനോ ആസിഡ് ഡിഫറൻസ് ഉണ്ടായാൽ പോലും ഒരു അലോടൈപ്പിക് ഡിറ്റർമിനൻറ്റ് ഉണ്ടാവും.